ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വിവോ X200 പ്രോന്റെ ഒരു റിവ്യൂ ആണ്. നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറേ കമന്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്. വിവോന്റെ ഒരു എന്താ പറയുക, ലോങ് ടേം എന്ന് പറയാറായിട്ടില്ല, എന്നാലും നമുക്കൊരു 3 മാസം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ പ്രൈമറി ഡിവൈസ് ആണ്. ഞാൻ അത് വാങ്ങിച്ച സമയത്ത് ഇത് നമ്മുടെ സെക്കൻഡറി ഡിവൈസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൈമറി ഡിവൈസ് ആയിട്ടാണ്. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് ഗോൾഡൻ സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒരു കേസാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, വിവോന്റെ അതല്ല, ഏത് മോഡലിന്റെ ആയാലും നമ്മുടെ ഈ ബ്രാൻഡഡ് നമ്മുടെ കേസുകൾ കിട്ടാൻ കുറച്ച് പാടാണ്. ഇവരുടെയൊക്കെ നമ്മുടെ സാംസങ്ങിന്റെയും ഐഫോണിന്റെ ഒക്കെ പോലെ കിട്ടാൻ എല്ലാ ബ്രാൻഡുകളും ഇറക്കില്ല. അപ്പോൾ ഇതിന്റെ X200 പ്രോന്റെ ഒക്കെ കുറച്ച് ഷോർട്ടേജ് ആണ്. നല്ല സ്പീക്കിന്റെ ആയിക്കോട്ടെ, റിങ്കിന്റെ അങ്ങനത്തെ ബ്രാൻഡുകളൊന്നും ഇറക്കുന്നില്ല X200 പ്രോന്. അത് എന്താണ് മറക്കാത്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, എന്താ സംഭവം മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ അതിൽ അത്യാവശ്യം നല്ലത് നോക്കിയിട്ട് വരണം വാങ്ങിച്ചാണ് ഗോൾഡൻ സ്റ്റാൻഡ്. ഇവരുടെ തന്നെ ഒരു ക്ലിയർ കേസ് ഉണ്ട്, പക്ഷെ അത് വാങ്ങിക്കണ്ട കേട്ടോ, അത് യെല്ലോ ആവുന്നുണ്ട്. ഇതൊരു ബ്ലാക്ക് ബോർഡർ വരുന്നൊരു മോഡലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊട്ടക്ഷനൊക്കെ തരുന്നുണ്ട്. പക്ഷേ കുറച്ച് ഓവർ പ്രൈസിലാണ്, 700 രൂപയൊക്കെ വരുന്നുണ്ട്. പറയുമ്പോൾ ഇതുമ്പോൾ ബ്രാൻഡിങ്ങോ സംഭവമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് അതൊരു ലോക്കൽ സാധനം എടുത്തിട്ട് കൊടുത്ത് എന്താ പറയുക, വെറുതെ ബ്രാൻഡ് നിങ്ങൾക്ക് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നത്. വെച്ചാൽ ഇതുമ്പോൾ ബ്രാൻഡിങ്ങോ സംഭവമൊന്നുമില്ല. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് എന്താ പറയുക, സ്പീക്കറിൻ്റെയോ റിങ്കിൻ്റെയോ ഒന്നും കിട്ടാനില്ല. അപ്പോൾ പിന്നെ വേറെ രക്ഷയില്ല തോന്നുന്നു ഞാൻ അത് ഇങ്ങനത്തെ വാങ്ങിച്ചത്. എനിക്കാണെങ്കിൽ ക്ലിയർ, അത്യാവശ്യം ബാക്ക് ക്ലിയർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മാറ്റായാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മോഡൽ വേണമെന്നുണ്ടായിരുന്നു. അതായത് ഫുൾ കവറിങ് അല്ലാത്ത മോഡൽ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നിൽക്കിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലിയറോ അതുപോലെ തന്നെ ക്ലിയർ മോഡൽ വേണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നിൽക്കിൻ്റെ വാങ്ങിച്ചാൽ മതി. നിൽക്കിൻ്റെ 1800 റേഞ്ചൊക്കെ പ്രൈസ് വരുന്നുണ്ട്. പക്ഷേ നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് കേട്ടോ, ക്യാമറയ്ക്കൊക്കെ നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ അത് നോക്കാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 മാസം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ജിയോൻ്റെ പ്രൈമറി സിം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ സ്ക്രീനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രോസും കോൺസും ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ കുറച്ച് കോൺസ് നമ്മൾ ഇതുവരെ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം തന്നെ നമുക്ക് പ്രോസിലേക്ക് പോവാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതിട്ടാ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യാം. മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം എന്താ പറയുക, നമ്മുടെ റൂമിൽ നിന്ന് എടുക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാറിൽ നിന്ന് എടുക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രോസിലേക്ക് പോകാം കേട്ടോ. പ്രോസിലേക്ക് പറയുകയാണെങ്കിൽ ആദ്യത്തെ പ്രോസിന് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 1.5 ഡിസ്പ്ലേ ആണ്. മൈക്രോ കർവ്ഡ് ആയിട്ടുള്ള എല്ലാ സൈഡിലും കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം വലുതാണ്, വലിയ ഡിസ്പ്ലേ ആണ്. നമ്മുടെ കോമ്പാക്ട് ഫോണൊന്നുമല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡറി ടു ഉപയോഗിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ OnePlus 13s. അപ്പോൾ നിങ്ങൾക്ക് സൈസ് കമ്പാരിസൺ ചെയ്യുമ്പോൾ തന്നെ അറിയുന്നതായിരിക്കും. അത്യാവശ്യം വലിയ ഫോണാണ്, പിന്നെ അത്യാവശ്യം ഹെവി ഉള്ള ഒരു ഫോണാണ്. അപ്പോൾ അത് ആക്ച്വലി ഞാൻ കോൺസെക്ഷനിൽ പറയാനിരിക്കണം കേട്ടോ. അപ്പോൾ അതിൽ പറയാം. അപ്പോൾ ആദ്യത്തെ പ്രോസ് പറയാനുള്ളത് നമ്മുടെ ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ തന്നെ അതിൽ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റും വരും. അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റാണ്, നല്ല ഫാസ്റ്റാണ്, ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ക്യാമറയാണ്. ഞാൻ അത് പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് ഇടയിൽ വെച്ച് കൊടുക്കാം. അത് ഇതിൻ്റെ ക്യാമറയിൽ തന്നെ കുറച്ച് നെഗറ്റീവ് നമുക്ക് പറയാനുണ്ട്. അത് ആക്ച്വലി നമുക്ക് കോൺസിലേക്ക് പോവാം. ഇതിൽ നിന്ന് പ്രത്യേകിച്ച് റിയർ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ കിഡിലൻ എന്താ പറയുക ക്യാമറാസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ടെലിഫോട്ടോ ലെൻസിൻ്റെ ആയിക്കോട്ടെ, സൂം ഫോട്ടോസ് ആയിക്കോട്ടെ, നോർമൽ പോർട്രേറ്റ് ഫോട്ടോസ് ആയിക്കോട്ടെ, അത് വീഡിയോ ആയിക്കോട്ടെ. വീഡിയോ ആയാലും നല്ലതാണ്. ഞാൻ വീഡിയോസും വേണമെങ്കിൽ കുറച്ചെടുത്ത് കാണിച്ചു തരാം. വീഡിയോസ് ആയാലും പ്രോബ്ലം ഒന്നുമില്ല, നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. സ്റ്റെബിലൈസേഷനിലാണ് ആക്ച്വലി നമ്മുടെ ഐഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റെബിലൈസേഷനിലാണ് ശരിക്കും ആൻഡ്രോയിഡ് ഇപ്പോൾ പിന്നിൽ നിൽക്കുന്നത്. പക്ഷേ അല്ലാത്ത പക്ഷം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഓവറോൾ വീഡിയോ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഐഫോണിനൊരു 90% മാർക്ക് കൊടുക്കാവുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമുക്കിപ്പോൾ ഇവരുടെ സാംസങ്ങിൻ്റെയും അതുപോലെ തന്നെ വിവോൻ്റെ ഒക്കെ ഹൈ എൻഡ് ഫോണുകൾക്കൊക്കെ നമുക്കിപ്പോൾ 80 മാർക്കൊക്കെ കൊടുക്കാൻ പറ്റും. 85 ഒക്കെ കൊടുക്കാൻ നമുക്കിപ്പോൾ. ആകെ സ്റ്റെബിലൈസേഷനിൽ മാത്രമാണ് ആക്ച്വലി ഇപ്പോൾ ഐഫോൺ കയറി നിൽക്കുന്നത്. ക്വാളിറ്റിയിലൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇപ്പോൾ ആൻഡ്രോയിഡിൽ തരുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ അതാണ് ക്യാമറേൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ ബാറ്ററി ബാക്കപ്പും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് കിട്ടുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 10 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ആവറേജ് യൂസ് ആണെങ്കിൽ ഒരു 1.5 ദിവസം സുഖമായിട്ട് കിട്ടും. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇൻബിൽഡായിട്ട് നമുക്ക് ചാർജറും കാര്യങ്ങളൊക്കെ ബോക്സിൽ തന്നെ തരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്സും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു റിവ്യൂ പറയാം. നമ്മളിപ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള ഇപ്പോൾ ഫോണൊന്നും ഉപയോഗിക്കാം. നമുക്കിപ്പോൾ അറിയില്ല, വലിയ ടെക് ചാനലൊക്കെ നിങ്ങൾക്ക് അറിയില്ല, വലിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ എല്ലാം സംഭവങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെയാണ് അവരിപ്പോൾ അവർ തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് നമ്മൾ യൂസേജ് റിവ്യൂ എന്നൊക്കെ പറയാം, പ്രാക്ടിക്കൽ യൂസേജ് ഹോണസ്റ്റ് റിവ്യൂ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിച്ചിട്ട്
നമ്മൾ നോർമൽ ആൾക്കാരെ പോലെ പറയണ സംഭവമാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇത് പ്ലാൻ ചെയ്തിട്ട് എന്താ പറയുക അതിൻ്റെ പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതേപോലെ നമുക്കൊരു മൂവിയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോർമലി പണ്ട് തൊട്ടേ ഞാൻ ഇതുപോലത്തെ മോഡലാണ് ചെയ്യാറ്. നമ്മൾ എന്താ പറയുക സാധാരണക്കാരിപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഫോൺ വാങ്ങിച്ചിട്ട് പറയാം, അതേപോലത്തെ നമ്മൾ പറയാറ് കേട്ടോ. അപ്പോൾ എന്തായാലും ബാറ്ററിയാണ് നമുക്ക് മൂന്നാമതുള്ള പ്രോസ് എന്ന് പറയാനുള്ളത്. നാലാമത്തെ പ്രോസ് എനിക്ക് ആക്ച്വലി കൊടുക്കാനുള്ളത് സർവീസിനാണ്. പറയുമ്പോൾ എനിക്ക് ഫിസിക്കലായിട്ട് നമ്മുടെ ഷോറൂമിലേക്കൊന്നും ഇതിൻ്റെ സർവീസ് സെൻ്ററായിട്ട് പോകേണ്ട വന്നിട്ടില്ല. പക്ഷേ ഞാൻ റീസെൻ്റ് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഇതുപോലെ തന്നെ വിവോൻ്റെ ഒരു X സീരീസ് 90 ആണോ 80 ആണോ ഒരു ഫോൺ നമ്മൾ സർവീസ് ചെയ്യാൻ പോയപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആക്ച്വലി ഇതിൽ അപ്ഡേറ്റ്സ് വരാത്ത സമയത്ത് ഞാൻ ആക്ച്വലി ഇവരുടെ ചാറ്റ് സപ്പോർട്ട് ത്രൂ ചാറ്റ് ചെയ്തിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമുക്ക് ചാറ്റ് സപ്പോർട്ട് ഓൾമോസ്റ്റ് ഒരു എല്ലാ സമയത്തും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇമെയിൽ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സർവീസ് സെൻറ്റർ സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഐക്യൂൻ്റെ ആയിക്കോട്ടെ വിവോൻ്റെ ആയിക്കോട്ടെ സെയിം ആണ്. മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാ സ്ഥലത്തും എന്താ പറയുക സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സർവീസും ടോപ്പ് നോച്ചാണ്. പിന്നെ നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത് അഞ്ചാമത്തെ പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. പറയുമ്പോൾ 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ സാധനം ഭയങ്കര സ്ലിമ്മാണ് കേട്ടോ. ഇതാണ് ഞാൻ നോർമലി കേസറായിട്ട് ഉപയോഗിക്കാറ്. ഞാൻ എടുത്തേക്കുന്നത് ഈ കളറാണ്. ഇതിലും നമുക്ക് ഇവിടെ ചളിയൊക്കെ വരുന്നുണ്ട്, അങ്ങനെ ഒരു കുഴപ്പം വരും കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ഈ ഒരു കളറാണ്. ബ്ലാക്ക് ഞാൻ അങ്ങോട്ട് പോയില്ല. ബ്ലാക്ക് എനിക്ക് അങ്ങോട്ട് ഞാനിപ്പോൾ പണ്ടൊക്കെ ഫുൾ ബ്ലാക്ക് മാത്രമേ എടുക്കാറുള്ളൂ. ഇപ്പം ഞാൻ പക്ഷേ ബ്ലാക്ക് മാറ്റി. ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല കേട്ടോ ഫോണുകൾ. ഇപ്പോൾ എൻ്റെ ഈ എന്താ പറയുക ഇപ്പോൾ തന്നെ സാധനം പോയേനെ. ഇപ്പോൾ എൻ്റെ ഈ OnePlus കാര്യം പറയുകയാണെങ്കിൽ ഇത് ഗ്രീൻ കളറാണ് കണ്ടു. ഇതിലും ഉണ്ട് നമുക്ക് ബ്ലാക്ക് ഗ്രേ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. പക്ഷേ എനിക്ക് ബ്ലാക്ക് മതിയായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പറയുമ്പോൾ നല്ലതൊക്കെയാണ് ബ്ലാക്ക്, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഒരു ലൈറ്റ് കളറായിട്ട് കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നിയത് പ്രത്യേകിച്ച് സിൽവർ അങ്ങനത്തെ കളറൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമൊക്കെ കണ്ടു നല്ലൊരു ക്വാളിറ്റിയാണ്. സിൽവർ ഫിനിഷാണ് ഫ്രെയിം വരുന്നത്. അപ്പോൾ കണ്ടു ഒരു ഓവറോൾ നല്ല കിടിലൻ സ്ലിം ആയിട്ടുള്ളൊരു ഫോൺ. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ച് എന്ന് പറഞ്ഞാൽ പറയാം. IP68 69 പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇത് ഇടയ്ക്കിടയ്ക്ക് കഴുകാറുണ്ട് കേട്ടോ. എന്താ പറയുക നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ഈ ലെൻസിൻ്റെ ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് പൊടി പറ്റി വെച്ചിരിക്കും. അത് നമ്മൾ തുടച്ചിട്ടൊന്നും കാര്യമില്ല, ഒരു രക്ഷയില്ല. അത് കഴുകി തന്നെ പോകുള്ളൂ. പക്ഷേ ഞാൻ കഴുകാനൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ നോർമലി പണ്ടും ഇതുപോലെ ചെയ്യാറുണ്ട്. ഹൈ പ്രഷറിൽ കഴുകാറില്ല, പക്ഷേ നോർമലി ചുമ്മാ അത് കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് IP69 എന്ന് പറയുമ്പോൾ. പക്ഷേ കയറി കഴിഞ്ഞാൽ വാറണ്ടി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് റെക്കമെൻഡേഷനോ സംഭവമൊന്നുമല്ല, നിങ്ങളുടെ റിസ്കിൽ ചെയ്യാൻ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കുറച്ച് പോയിന്റ്സുകളാണ്. പിന്നെ അപ്ഡേറ്റ്സുകളും നമുക്ക് അടുത്ത് പറയാനുള്ളത് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. അതും സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കറക്റ്റ് എല്ലാ മാസവും കറക്റ്റായിട്ട് തന്നെ നമുക്ക് അപ്ഡേറ്റ്സ്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ടുള്ള നമുക്ക് എല്ലാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും നമുക്ക് എന്താ പറയുക കറക്റ്റായിട്ട് ഓരോ മാസവും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു എന്താ പറയുക പ്രോസിൽ വേണമെങ്കിൽ നമുക്ക് പറയുമ്പോൾ ഫൺ ടച്ച് OS ഇപ്പോൾ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ നമ്മുടെ ഐക്യൂൻ്റെ ഫോണുകളും അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി വിവോൻ്റെ ഫോണൊക്കെ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ 2-3 ദിവസം മുമ്പ് നമ്മുടെ ഐക്യൂൻ്റെ Z10R എന്നൊരു ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ അതിൽ ആക്ച്വലി ഇതിലുണ്ടായിരുന്ന പോലത്തെ ബ്ലോട്ട് വൈസ് പോലും ഇല്ല. അപ്പോൾ അവർ വിവോൻ്റെ കുറേ ആപ്പുകളൊക്കെ ഇപ്പോൾ കട്ട് ഡൗൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വിവോ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നത് ഞാൻ റീസെൻ്റ്ലി കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഒറിജിനോയ്സ് വരുന്നൊക്കെ പറയണം. ഒറിജിനോയ്സ് ഒന്നും ഇന്ത്യയിൽ വരുന്നില്ല കേട്ടോ. പക്ഷേ Android 16 വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഒറിജിനോയ്സത്തെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ആവുന്നതാണ് പറഞ്ഞേക്കുന്നത്. എന്താ ആള് റോങ് സൈഡൊക്കെ പോകണം സുഖമായിട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ടുള്ളൊരു പ്രോസിലേക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത നമുക്ക് കോൺസിലേക്ക് പോകാം. കോൺസിലേക്ക് പറയാനുള്ളത് എനിക്ക് ഇതിൻ്റെ ഒരു വെയിറ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടോപ്പ് ഹെവിയാണ് ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കേസ് ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല വലിയ കേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധനം ഒന്നുകൂടി ഹെവി ആയിരിക്കും. പക്ഷേ ഇത് ടോപ്പ് ഹെവി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ്ഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. എന്നാൽ ശരിക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ക്യാമറയുടെ സെക്ഷൻ ഭയങ്കര ബമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് നമുക്കൊരു ഇനീഷ്യലി പ്രത്യേകിച്ച് എനിക്കൊരു 2-3 ആഴ്ചയൊക്കെ പിടിച്ചു സാധനം ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് എനിക്ക് തോന്നി ടോപ്പ് ഹെവി. അതായത് ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് അവിടേക്ക് തന്നെ പോകുള്ള സാധനം കണ്ടു എന്ന് വെച്ചാൽ അവിടെ ടോപ്പ് ഹെവിയാണ് സാധനം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്ന് വെച്ചാൽ അത്രയും വലിയ ക്യാമറ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതൊരു കോൺ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സെൽഫി ക്യാമറയിലാണ്. സെൽഫി ക്യാമറയിൽ നമുക്ക് ഓട്ടോ ഫോക്കസ് വരുന്നില്ല. ഞാൻ ആക്ച്വലി ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഓട്ടോ ഫോക്കസ് നമുക്ക് എന്താ പറയുക OT അപ്ഡേറ്റ് വരെയൊക്കെ എനേബിൾ ചെയ്യുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇതിൽ ആക്ച്വലി OS ഉണ്ടോ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എനിക്ക് തോന്നുന്ന ഒരു ESൻ്റെ കാര്യമായിരിക്കും പറയേണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇതുവരെയായിട്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ സെൽഫിയുടെ ക്യാമറയുടെ ക്വാളിറ്റി ഒന്നും മോശമൊന്നുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി തന്നെ തരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ആകെ ഇതിൽ ഓട്ടോ ഫോക്കസ് സെൽഫി ക്യാമറയിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
ഈ ആക്ച്വലി നമ്മുടെ X2 FE ഉണ്ടല്ലോ, നമ്മൾ റീസെന്റ് കുറച്ച് 2 ദിവസം മുമ്പ് കിട്ടണമെന്നല്ലോ, അതിൽ ആക്ച്വലി നമ്മുടെ സെൽഫി ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ഇതെന്താ മെയിൻ പ്രശ്നം എന്നറിയോ, നമ്മുടെ ഇതിന്റെ റിയർ ക്യാമറ കണ്ടിട്ട്, റിയർ ക്യാമറ എന്ന് പറഞ്ഞാൽ കിടിലൻ ക്വാളിറ്റി ആണല്ലോ, അത് കണ്ടിട്ട് നമ്മൾ ആക്ച്വലി ഫ്രണ്ട് ക്യാമറ കാണുമ്പോൾ പോരാൻ തോന്നും. അല്ലാണ്ട് ഭയങ്കര മോശമായിട്ടല്ല നമ്മൾ പറയുന്നത്, അതിൻ്റെ ഇത് ജെർക്കായിട്ടാണ്. ഞാൻ അതാണ് കുഴപ്പമുണ്ടോ, ഓട്ടോ ഫോക്കസും കാണാനൊന്നും ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് തന്നെ ജെർക്കിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാ കണ്ടോ, നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ, ക്വാളിറ്റിയിലും ഇഷ്യൂസും കാണുന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇതിൻ്റെ പ്രശ്നം അതാണ്, നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ കിടിലൻ ക്യാമറ കണ്ടിട്ട് ഫ്രണ്ട് സെൽഫി ക്യാമറ കാണുമ്പോൾ ഉള്ള ഇഷ്യൂ ആണിത് മെയിനായിട്ട്. പിന്നെ ഒരു പ്രോബ്ലം എനിക്ക് ഫേസ് ചെയ്ത്, എനിക്കിതിൻ്റെ ലൗഡ് സ്പീക്കർ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റീരിയോ സ്പീക്കർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഒരു മൂവി കാണുമ്പോൾ സ്പീക്കർ വോളിയം നോക്കില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോൾ വന്നിട്ട് നമ്മൾ ലൗഡ് സ്പീക്കർ ഇടുമ്പോൾ എനിക്ക് ലൗഡ് സ്പീക്കറിൻ്റെ വോളിയം ഭയങ്കര കുറവായിട്ട് തോന്നിയിട്ടാണ്. അത് കുറവായിട്ട് തോന്നിയെന്നല്ല, കുറവ് തന്നെയാണ്, അത് വേറെ കാര്യം. പറയുമ്പോൾ സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര കുറവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 13S കുറവാണ്. അതെനിക്ക് ഞാൻ നോർമലി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കോൾസൊക്കെ വരുമ്പോൾ ഞാൻ സ്പീക്കറിലിട്ടിട്ട് സംസാരിക്കാറ്, വെച്ചാൽ നിങ്ങൾക്കായിരിക്കും റേഡിയേഷൻ ആണല്ലോ. അപ്പോൾ പക്ഷേ അത് ഈ സംഭവത്തെ നമ്മൾ പുറത്തു പോകണമെങ്കിൽ ഒരു സ്മാങ്ങത്താലും കേൾക്കില്ല കേട്ടോ, അത് വേറെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് റെഗുലറായിട്ട് ഇപ്പോൾ ആ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. അത് എനിക്കൊരു മെയിൻ കോണായിട്ട് ഫേസ് ചെയ്തു. അത് എല്ലാവർക്കും ചിലപ്പോൾ അത് കോണായിട്ട് തോന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, അതെനിക്കൊരു മെയിൻ കോണായിട്ട് തോന്നിയിട്ടാണ്. പിന്നെ വലിയ കാര്യമായിട്ടുള്ള കോണുകളും സംഭവങ്ങളൊന്നും നമ്മൾ ഇതിലായിട്ട് ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും സുഖമായിട്ട് തന്നെ എന്താ പറയുക പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മെയിൻ കോൺ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഫണ്ട ചോയ്സ് ആണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നമ്മുടെ ഇപ്പോൾ ഓക്സിജൻ വോയിസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ അയലകത്തോടെ നടത്തിക്കോടൊന്നും പോവില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വലിയ കാര്യമായിട്ടുള്ള കോണൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ വിളിക്കാൻ വിളിക്കുന്നത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത പോലെ